ഇതാണോ നമുക്ക് പോകാനുള്ള ജിപ്സി? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് കടുങ്ങല്ലൂർ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ജിപ്സിക്കാണ് പോകാൻ പോണത്. നമ്മുടെ കൂടെ ട്രാവൽ പാർട്ട്നേഴ്സ് കൃഷ്ണൻ, സലാം സാറ്, മാമൻ, പിന്നെ ആഷി ചേച്ചി ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജിപ്സിക്കാണ് ഇന്ന് പോകാൻ പോണത്. അതിരപ്പള്ളി റൂട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പൊ നമ്മള് കൃഷ്ണ ഇന്ന് എങ്ങോട്ടാണ് പോണത്? ഇന്ന് നമ്മള് ആസ് യൂഷ്വൽ എല്ലാവരും പോകുന്ന സ്ഥലമാണ്, പക്ഷെ ഇച്ചിരി വെറൈറ്റി പോകുന്നു. എവിടെ പോകുന്ന വെച്ചാൽ അതിരപ്പള്ളി വാഴച്ചാൽ. ഇവിടെ അതിരപ്പള്ളി വാഴച്ചാൽ നമ്മൾ കാലടി പ്ലാന്റേഷൻ കയറി അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് ആനേനെയൊക്കെ കണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മാത്രമേ ഞങ്ങൾ വരാനെന്ന് പ്ലാനുള്ളൂ. എസ്പെഷ്യലി ഇതിന്റെ പ്രത്യേകത മഴയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പോകുമ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നല്ല അടിപൊളി റെയിൻകോട്ട് ഇട്ട് ബാക്കിൽ നിന്ന് മഴ എൻജോയ് ചെയ്യും. അപ്പൊ മഴയൊക്കെ കിട്ടി. ഏതാനെന്നെ എനിക്കും കാണാം. ഉറപ്പുണ്ടോ? നമ്മളൊരു പേരിടും. സ്പെഷ്യൽ എന്താണ് നമ്മള്? ഇന്ന് സ്പെഷ്യൽ എന്താ, ഞങ്ങൾ സാധാരണ യാത്ര പോകുന്നതാണ്. നിൽജയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നിൽജയുടെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു സ്പെഷ്യൽ ട്രിപ്പാണ് അതിരപ്പള്ളിക്ക് പോകുന്നത്. ട്രിപ്പ് മാത്രമല്ല, മൊത്തം ട്രീറ്റ് നിൽജയുടെ ഭാഗ്യമാണ്. അതാണല്ലോ അത് വ്യൂവേഴ്സിന് അറിയാമല്ലോ. അത് പ്രത്യേകം പറഞ്ഞ് ഞാൻ മോശമായി അത് പറയണില്ല. മുതലാളി പണിക്ക് പൊക്കോളും, കുഴപ്പമില്ല. ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ് മറന്നാ ശരിയാ തരാം. അങ്കവാലിയുടെ പരിചയം കേരള സ്ഥലം. ചേച്ചി 2 സ്റ്റെപ്പ് ഇടാൻ പോയി. അതെല്ലായിടത്തും റിലയൻസിൽ പോണോ? ഓക്കെ, നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ അടുത്ത് നമ്മുടെ പെട്രോൾ ഫില്ല് ചെയ്യണോ? ചായ കുടിച്ചിട്ട് ചോറ് കഴിച്ചാൽ മതി, അല്ല അപ്പുറം കുടിച്ചാൽ മതിയാ? അപ്പൊ തന്നെ അതിന്റെ പോവാണല്ലേ ചെടി ഒരെണ്ണം കിട്ടുമോ? അപ്പൊ നമ്മളിപ്പോ ഏഴാറ്റുമുഖ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ടീ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ചായ കുടിക്കാട്ടോ. രണ്ടുപേരും അങ്ങോട്ട് മാഷെന്ന് വിളിക്കണേ. ഇച്ചായ ചായ പറ ഇച്ചായ കോഫി. അയ്യോ, ചൂട് ചായ കുടിച്ചാലോ? ഷെയർ ചെയ്യാം. ഏതാ വേണ്ടെന്ന് വെച്ചോ. കേരളത്തിലെ തനതായ ഓതന്റിക് പഴംപരി. അപ്പൊ അവിടെ കണ്ട് ആശിക പറയും, ഗോഡുവിൻ നിത്യയുടെ കൂടിയാണ് എപ്പോഴും കാണുന്നത്, അത് അങ്ങോട്ട് പോകുമ്പോ സലാം സാറായിരിക്കും കൂടെ ഉള്ളത്. ചായക്കടയിലുണ്ടാവും. എല്ലാം കഴിഞ്ഞ് തിരികെ എന്റെ അഞ്ചത്ത് കയറും. 10 കൊല്ലത്തിന് മുകളിലായി നമ്മുടെ യൂസി
പോലാമാ പോങ്ക ഒരു കറക്കം കഴിഞ്ഞ് വന്ന് കിടന്നാണ് ഇതൊരു ഫോട്ടോ എടുക്കായിരുന്നു. സാറൊന്ന് കൈകാര്യം ചെയ്തേ. അതെ ഇവിടെ അടുത്ത് വരുമ്പോ കുറച്ചുകൂടി കയറ്റിയത്. അയ്യോ ഒരാള് കയറാണ്ട് ആള് കയറാണ്ട് 240 കേട്ടോ. തിരിച്ചുമ്പോ നമ്പർ കുറങ്ങിയിരിക്കും. കുരങ്ങൻ കുഞ്ഞി കുരങ്ങൻ അത് പട്ടിക്കകത്തിട്ടല്ല പിന്നെ ഓട്ടോ. കൗണ്ടർ കേട്ടില്ല വലിയ ടൈപ്പാണ്. ആന തിരിഞ്ഞിട്ടാണോ അല്ലല്ല ഒറിജിനൽ റോട്ടിൽ കാണാൻ രാത്രി വരുമ്പോ. നമ്മൾ രാത്രിയോ തിരിച്ചു തിരിച്ചു വരുമ്പോ രാത്രി ആക്കുവാണെങ്കിൽ നമുക്ക് വരാം. ഒരു ദിവസം സലാംസാറിന് ഓർമ്മയുണ്ടാവും പോന്നിട്ട് ആന മറ്റേ എനിക്ക് എന്റെ വീട്ടിൽ പോണോ എനിക്ക് അമ്മനെ കാണണം. ഇല്ല ഇത് ആന തല്ലു പിടിക്കുമല്ല. മാറേ പാപ്പ നല്ല സ്റ്റൈൽ കാണിച്ചതാ. ആ 20 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ആക്ച്വലി അവിടെ ആന നിൽക്കുന്നുണ്ട്. 20 കിലോമീറ്റർ പോണം എന്ന് പറഞ്ഞു. വെറുതെ മനുഷ്യനെ പണ്ട് ബാബാ, പോവാ. അപ്പൊ നമ്മളിപ്പോ മലയാറ്റൂര് ചെക്ക് പോസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു. ആക്ച്വലി നമ്മുടെ ഏഴാറ്റുപുഴ കഴിഞ്ഞ് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് നമ്മളൊരു 25 കൂടെ ചീട്ടെടുത്ത് നമ്മളിങ്ങോട്ട് പോരുവാണ്. ഇവിടെ ആക്ച്വലി വൈൽഡ് ആനിമൽസ് ഒക്കെ ആനയാണ് കൂടുതൽ നമുക്ക് കാണുന്നത്. ആനേനെ കാണാം, പക്ഷേ ഈ ആളുകൾ ഫോട്ടോഗ്രാഫേഴ്സും അവരൊക്കെ ഒരുപാട് ശല്യമാവുന്നതുകൊണ്ട് എനിക്ക് ആനയെ കണ്ടു എക്സൈറ്റ്മെന്റ് കാണിക്കും. കാരണം അമ്പലത്തിൽ കാണുന്ന ആനയല്ല കാട്ടാനെന്ന് പറയുന്നത്. അവർ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് തന്നെ നിയമങ്ങൾ ഇപ്പൊ ഇതിലൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ചീട്ട ശേഷം അവിടെ കൊണ്ടുപോയി മലയാറ്റൂര് ചെക്ക് പോസ്റ്റിൽ സൈൻ ചെയ്താൽ മാത്രം നമുക്ക് തിരിച്ചിവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അമ്പലത്തിൽ കാണുന്ന ആന മെരിക്കി ആനയാണ്. കാട്ടിൽ കാണുന്ന അത് കാട്ടാനയാണ്. എൻ്റർലി ഡിഫറെന്റ് ആണ്. ഒരു 100 മീറ്റർ ചുറ്റുകളിൽ തന്നെ ആന എപ്പോഴും അലേർട്ടാണ്. നമ്മൾ സേഫ് ആയിട്ട് നിൽക്കുക. ആന ആക്രമിക്കാനുള്ള സാധ്യതയുള്ള ഒരു വൈൽഡ് ആനിമലാണ്. മനുഷ്യന്റെ അടുത്തേക്ക് വരാൻ അവിടെ യാതൊരു താല്പര്യം ഇല്ലാത്തതാണ്. അപ്പൊ അത് നോക്കി കണ്ടൊക്കെ വേണം ഇവിടെ വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് 18ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് നമ്മുടെ നിൽജയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കണം. ഒരു ട്രിപ്പായിട്ട് ആഘോഷിക്കണം. അപ്പൊ നിൽജയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സന്തോഷവും ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കണം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ആണോ 17 ആണോ? 17 അര കഴിഞ്ഞു. നമ്മള് പ്രായപൂർത്തി ആക്കിക്കാൻ വേണ്ടി 18 ആക്കിയെന്നുള്ളൂ. കാരണം നോക്കൂ, 18 മറ്റേ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. 18 കഴിയാതിരിക്കാൻ വേണ്ടിയായിട്ട്. ഈശ്വര ചളി മാറി വിടുന്നത്. അപ്പൊ വന്ന് ഇന്ന് ഇത്രയൊക്കെ പാട്ട് വിഷയം കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കംപ്ലീറ്റ് ട്രീറ്റ് നിൽച്ചാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ നിൽച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈയടിക്ക് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ നിൽച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ നിൽച്ച ഹാപ്പി ആയി, നമുക്ക് ട്രീറ്റ് ആയി. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ വഴിയെ തിരിച്ചു വരാം ഗൈസ്. അതെ, കേക്കൊക്കെ വണ്ടിയിലിരുന്ന് കട്ട് ചെയ്യും. ഫസ്റ്റ് ടൈം ഇത്രയും അഡ്വഞ്ചറസും ഇത്രയും വൈബുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. മയിലെ ഒന്ന് പേല് നിവർത്തിയാടിടുമ്പോ മയിൽ അപ്പൊ മോനെടുത്ത് പോവേ. അപ്പൊ അവൻ പറയാ അവിടെ നടക്കാൻ പോയപ്പോ മയിലുകള് ആ പാട്ടുകൊണ്ട് വേറെ എന്തുവേണമെങ്കിൽ ആയിക്കോട്ടെ. റോഡിലിരിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അന്യം ദേഷ്യമുണ്ടാകും. എന്റെ പോയി വാവ്
പിന്നെ വണ്ടി കേറി നിന്നിട്ട് ഈ ഈ വണ്ടി എടുത്തോ. സാധനത്തിന് അധികം ഇതില്ല കേട്ടോ അതെ. ഉള്ള ബലം പിടിക്കണ്ട അപ്പുറത്തൊരു അതാണ് സാധനം ഉണ്ടല്ലോ, അതില് പിടിച്ചോ? നിങ്ങൾ വണ്ടി പിടിക്കണം, ഞങ്ങൾ ബാക്കിലോട്ട് പിടിക്കണം നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. തനി നാടൻ ഭക്ഷണശാല. അതെവിടെയാ? പ്ലാന്റേഷൻ ഇവിടെ അതിരപ്പള്ളി നേരത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ ആ ഒരു എന്താ വായു. സാധനങ്ങളുടെ എണ്ണം തന്നെ കുറവാണ്. അപ്പൊ നമ്മള് നാടൻ ഊണാണ് കേട്ടോ നമ്മള് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. കൊള്ളാം, നല്ല അടിപൊളി. നല്ല നാടൻ ഒതന്റിക് ചോറ്. അല്ലേ പിന്നെ നാക്ക് നോക്കി അശത്ത് ചോദിക്കാം അപ്പം ഒന്ന് പിടിക്കുമെന്ന്. എന്റെ അപ്പം വരുന്നു. എന്റെ കൈ അപ്പൊ കിട്ടിയതിനെ കമ്മ എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. തങ്കം ഉണ്ടംപൊരി കഴിക്കാം. ഇവിടെ അല്ലേ അവിടെ അവിടെ. വെരി ഗുഡ്. എന്നാ പട്ടികളോ പാട്ടോടെ പറയണേ, രണ്ടാം പട്ടികളാണോ? അതെ, കൃഷ്ണൻ നെല്ലിയും കൂടി മടക്കിക്കൊണ്ടിരിക്കുന്നു. മടക്ക്. ആ ഇതാ ഇതിന്റെ ഫസ്റ്റ് കൃഷ്ണ സെക്കൻഡ് പോട്ടെ. നേരെ മയില് എവിടെ? ആ അതെ മൈൽ. എവിടെ? ദേക്കണം മൈലി മൈലി മൈലി. ദേ റൈറ്റ്. മാമ പ്ലീസ്. നമ്മളെ സാറിന്റെ എന്റെ അമ്മേ എടാ മലയാറ്റൂർ ഇടത്തോട്ടല്ലേ? ഇങ്ങോട്ടാ എടുത്തോട്ട്. പണം കയറ്റിക്കൊണ്ടാന്ന് ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണല്ലേ ഇങ്ങനെ ജിപ്സിയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ. അതിന്റെ അകത്തുനിന്ന് ഒരു കണ്ണു വരുന്നു. അല്ല ഒരുപാട് കിട്ടും. ആസിഫിയുടെ ജിപ്സി പോണം. അത് ആക്ച്വലി ആഷിച്ചാത്ത പോലത്തെ ഒരു എന്താ പറയാ ഒരു വൈബുള്ള ഡ്രൈവ് ചെയ്യുന്ന ഒരു അതെ. ആസ് കൈൻഡ് ഓഫ് ഒരു ബോൾഡ് ലേഡി ഡ്രൈവ് ചെയ്താൽ നമുക്ക് പൊളിയാവത്തുള്ളൂ. ഭയങ്കര പ്രൗഡ് ഫീലിംഗ്. Yes, we are really proud of you, she Ashita. The photo. എന്റെ ഫോട്ടോ പറ്റിക്കാനാണെങ്കിൽ അങ്ങനെ പറയാല്ലേ. ഇങ്ങനെ പറയലേ പാവങ്ങൾക്ക് ആശ. സുംബ ഡാൻസ് ആണ്. അതെ ഇവിടെ എന്താ ചെക്ക് പോസ്റ്റോ? കൃഷ്ണ പിള്ളേരോട് ചോദിച്ചാൽ ആനുണ്ടോന്ന്? ആരെടുത്തോണ്ടാന്ന് ചോദിച്ചാ പക്ഷേ ആനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. വ്ളോഗും തമ്മിൽ വ്ളോഗ് വേഴ്സസ് വ്ളോഗ് വേഴ്സസ് മാമ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അവൾക്ക് யாரும் இணையில்லை, அவள் அப்படி ஒன்றும் கலரில்லை, ஆனால் அது ஒரு குறையில்லை. നമ്മളെങ്ങനെ പോണ്ടേ? പാസ് കാണിക്കട്ടെ. പാസ് ആനയെവിടെയോ? പുതിയ പാട്ടം പാടണല്ല. ഇതിലേ പോണതാണ് ആൾക്കാരൊക്കെ. ഓ മഴ പെയ്യുമോ? മഴ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തോട്ടിരിക്ക. യുവതി ഞാൻ ഷൂസ് ഊരണം. ആടാട് 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 ആടമ്മേ ആടമ്മേ. കാവിലെ മെല്லம் നീ ആടിക്കളിക്കുമ്പോഴേ. അതെ നല്ല നന്നായിട്ട് ആടുന്നുണ്ട് ഗൈസ്, നല്ല നന്നായിട്ട് ആടുന്നുണ്ട്.
അയ്യോ ഈ കൊക്കൊക്കെ വന്നേക്കണോ ഒരു ജീവി പോലെയല്ല കൃഷ്ണ. ഞാൻ തിരിച്ചേക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനില്ലാതെ ഇങ്ങനെ ഇറങ്ങുന്ന രസമാണ്. ഇപ്പഴാ ഓർമ്മിപ്പിച്ചത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അല്ല രണ്ട് വഴിക്കാം. ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിട്ട് നല്ല കാറ്റ്. കറുത്ത കടന്നല്ല കണ്ണാട മാറ്റി പച്ച കട ഞങ്ങള് പണിയെടുത്തിട്ട് നിങ്ങൾക്ക് വിശക്കണം നോക്കി 4 മണിയായി ചായ ടൈം ആയി. കുഴപ്പമില്ല, ഞങ്ങൾ ഇത്ര നേരം നോക്കി ശ്രമിച്ചിരുന്നില്ലേ, നല്ല വശപ്പെട്ടു. അങ്ങോട്ട് കാട്ടിക്കറി പോരുത്. ദേ നിക്കണ്ടാണ്, ദേ പോണു. ഇറങ്ങണ്ട. അല്ല അമ്മയും കുഞ്ഞുണ്ട്. അമ്മയും കുഞ്ഞും അങ്ങനെ ആനയെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനയെ കണ്ടു. എവിടെയാണോ അത് കുഞ്ഞോളം എപ്പോഴും അഗ്രസീവ് ആയിരിക്കാനാ. അതായത് അമ്മയും കുഞ്ഞോ ഏകദേശം ഒരു 5 വയസ്സൊരു ആന ഭയങ്കര ഡേഞ്ചറസാ. കുട്ടികളെ നോക്കുന്നോണ്ട് മദർ മെറ്റേണിറ്റി പീരീഡ് അത് കാട്ടിക്കറി പോവാ. നമ്മൾ അങ്ങോട്ട് ആന 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 കണ്ടോണ്ട് പോവാ. കണ്ടോ വിളിച്ച് കാണിക്കണ്ട. അവരറിഞ്ഞില്ല, അവരറിഞ്ഞില്ല കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പരാതി തീർന്നു. ആനയെ കണ്ടില്ല എന്നുള്ളത്. ആനയെ കണ്ടു കഴിച്ചു. ആനയെ കണ്ടു. അങ്ങനെ ഫൈനലി ആദ്യമായിട്ട് കാട്ടാൻ കാണിച്ചത് ആര്? കൃഷ്ണൻ ആര് കാണിച്ചു കൊടുത്തു ആനേനെയും കുഞ്ഞിനെയും കാണിച്ചത് ആര്? മാമൻ. അവൻ ഫെൻസിങ്ങിന് ഇത് കണ്ടോ. കൂടുതൽ ഫെൻസിങ്ങിന് മിക്കവാറും ഇവിടെ ആനയുടെ ശല്യം കൂടുതലായിരിക്കും. മലയാറ്റൂരിലാണ് ശല്യം കൂടുതൽ. ആന കമ്പിവേലി കൂടുതൽ. കമ്പിയിലില്ല, അത് ആക്ച്വലി സോളാർ ഫെൻസിങ് ആണ്. നൈറ്റ് ടൈമിൽ ഫുള്ളി ആക്റ്റീവ് ആയിരിക്കും. അതെ, എല്ലാവരും നോക്കണേ. എന്തോ ബൈ ചാൻസ് നമ്മുടെ ഭാഗ്യം ആനയെ കാണാൻ. ചില സമയത്ത് എന്താണെന്നറിയോ ഇപ്രാവശ്യം കണ്ടത്? ഞങ്ങളോ പോണ്ട. മാമനൊരു ഇലയടാ നീ അടുത്തോളാം. ഇതൊക്കെ എന്താ ഓട്ടടാ ടിഷ്യൂ പേപ്പറിന് പകരം നാച്ചുറൽ ഫ്രണ്ട്ലി പയമ്പുരി ഗൈസ്. എന്തില്ലേണ്ടത് അല്ല ചൊറിയണം വട്ടേനല്ലേ വട്ട് വട്ടായി ഒരാള് ദുബായില്, ഒരാള് ചെന്നൈയില്, ഒരാള് വീട്ടിലിത് പണിയെടുത്തോണ്ട്. ഞങ്ങളും സ്വന്തം മക്കളല്ല. മാമന് വഴിയിൽ പഴയ ഞാൻ ബിസ്മില് ഓഫർ വഴിയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി കൊമ്പ് 60 വയസ്സാകുമ്പോ കുട്ടികളുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കൊപ്പിച്ചില്ലേ തീപ്പെട്ടിക്കൊള്ളി. ചേച്ചിയോട് ഉണ്ടായിരുന്നില്ല ഗൈസ്, പറ്റിപ്പെട്ടു. പോയി അവിടെ ഭയങ്കര ചിരി ആർത്തുള്ളിരിക്കുന്നു. പോയിട്ട് സന്തോഷാ. അതെ, പ്ലേ ആക്കാനായിട്ട് വരലില്ല. അതെ ഭാഗ്യം. കുയില് കൈസ് കുയില്. ഒന്നു നനയാൻ കാത്ത മഴയെവിടെ. അയ്യോ പോയി. വേണ്ട വേണ്ട നാട്ടുകാരേക്ക്. അയ്യോ ഇളകണം. ഇമ്പലോ പോസ്റ്റ് കടന്നിരിക്കുകയാണ് കൈസ്. കടക്കാൻ പോവുകയാണ്, കടന്നുകൊണ്ടിരിക്കുകയാണ്. കടന്നു ഇറങ്ങാൻ ഒരു പറഞ്ഞിറങ്ങണം.
റബ്ബർ നട്ടേക്കുന്നത്. റബ്ബറും തേക്ക് മറ്റേ ഫോറസ്റ്റുകാർ ഈ ബോർഡറൊക്കെ തേക്ക് ഫോറസ്റ്റുകാർ നട്ടേക്കുന്നത്. ശരിക്കും രണ്ടും കാടിന് കേടാ. പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ സ്വന്തം പശുക്കൾക്ക് മാടുകൾക്ക് വരെ കൈ കൊടുത്തില്ല. നീ ചാത കടന്നു വരികയാണ്. അവരുടെ കൈ പൊക്കുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ അറിയുന്നില്ല. ചുറ്റും ആളുകളില്ല. അതിനെന്തോ പരിക്കേറ്റ മൈൻ. ലെഫ്റ്റ് സൈഡ് പോയിക്കോട്ടെ അനിൽജ. ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് പണ്ട് ആ പാറയുടെ അപ്പുറത്ത് ആന ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വൈകിട്ട് ട്രീറ്റ് മൂട് അട്ടസാനം കൊടുക്കാതെ അട്ടസാനം മൂട് പോട്ട് പറഞ്ഞ പോലെ വേണ്ട ഞങ്ങൾ എക്സ്പെർട്ടായി. വീട്ടിൽ പോലും വെള്ളം നിറഞ്ഞു കുളിക്കാത്ത സമയത്ത് തോന്നുന്നില്ല നമുക്ക്. കുട്ടി എന്റെ പാൻറ് വരൂ. കുട്ടി എന്റെ പാൻറ് വരൂ. നൈസ് മഴ. സ്ഥലം ചോദിച്ചതാ പുള്ളി. ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങി കൊടുത്തു. പുള്ളി സന്തോഷത്തോടെ ഒരൊറ്റമുള്ളവരെ ഓടിച്ച്. നമ്മുടെ വണ്ടിയാണിത്. മഴ പെയ്തു ഗൈസ്, മഴ പെയ്തു. വണ്ടി വരുമെന്ന് വണ്ടി. മാമ തിരിക്കി തിരിക്കി തിരിക്കി. തിരിക്കി കുത്തി പിടിക്കി. ലാസ്റ്റ് വന്നില്ലെങ്കിൽ ഇങ്ങനെ വലിച്ചാതി. പാട്ടുപാടിയാലോ തണുക്കണുണ്ട് ശരിക്കും. ആ ക്യാപ്പ് ഇട്ടാ മതി, ചെവി കവറാവും. അതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്തിയപ്പോ പോയി മിസ് ചെയ്തു ഗൈസ് നമ്മൾ. ഞാൻ അവശതയെ എന്റെ കിളി പോയി. താഴെ അയ്യോ ഇപ്പൊ ഒത്തിരി വെട്ടം വെച്ച പോലെ തോന്നണത്. ഓ നമ്മള് നേരത്തെ വരണായിരുന്നു. ഒന്ന് ഫ്ലാഷ്. ഞങ്ങളിപ്പോ പാട്ടിലാണ് ഗൈസ്. എന്റെ വാളിന്റെ ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ പോവാൻ പാടില്ലേ? ഇതില് പോവാൻ പാടണ്ട. അത് ഇപ്പുറത്ത് ഇത് 8 മണിക്ക്, അവിടെ 6 മണിക്ക് ഇങ്ങോട്ട് വിടില്ല. അപ്പൊ നമ്മൾ 8 മണിയായിട്ടുള്ളൂ. പക്ഷേ ഹോട്ടലിൽ ഇറങ്ങണുള്ളൂ. നമ്മൾ പോകല്ലേ, വരുവല്ലേ ഇങ്ങോട്ട്. ഇതുകൊണ്ട് രാത്രി 12 മണിക്ക് മണിക്ക് ഇവിടെ മോഴയുണ്ട് കേട്ടോ. ഇവിടെ മോഴ ഡേഞ്ചർ അല്ല. ജനറ്റിക്കലി കൊമ്പിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ അവന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫൈറ്റ് നിൽക്കാൻ അറിയാത്തതുകൊണ്ട് അവർ കൂട്ടത്തിൽ ഒറ്റപ്പെടും. വണ്ടി പോയിക്കോട്ടെ. എടുക്കൂ. പോട്ടെ. ആരെങ്കിലും ഒരാൾ പറയണ മാത്രം കേൾക്കൂ. എടുക്കൂ.
ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് എന്താ പറയാ പിടിയാനകളാണ് ഏറ്റവും അപകടപ്പെടുന്നത്. മെറ്റേണിറ്റി ഏകദേശം ഒരു 5 വയസ്സ് വരെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു ഭയങ്കര അറ്റാക്കിംഗ് നേച്ചർ കാണിക്കുന്നവരായിരിക്കും. സെറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ അതേ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തർ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടായി. അപ്പൊ ഇന്നത്തെ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ഒരു അൺപ്ലാൻഡ് കൊണ്ടായിരുന്നു. വാസ് റിയലി റിയലി നൈസ് ആക്ച്വലി. എന്താ പറയുക, ഒരു ചായ കുടിക്കുക, ഫുഡ് അടിക്കുക, ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കറങ്ങുക, ആ ഒരു വൈബ് ദാറ്റ് വാസ് റിയലി നൈസ്. എസ്പെഷ്യലി നമ്മുടെ ആശിയാത്തയുടെ ഡാൻസ്, പാട്ട്, മാമൻ്റെ വൈബ്, സലാം സാറിൻ്റെ എന്താ സാറിന് ഡ്രൈവിങ് നിൽജയുടെയും ഗോഡ്വിൻ്റെയും ചളികൾ. അതെ അതെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? സ്പെഷ്യലായിട്ട് ആദ്യം പറയാനുള്ളത് ഇത്രയും അടുത്ത വ്ളോഗേഴ്സിനെ കാണാൻ ആദ്യം അടിപൊളി, ഭയങ്കര വൈബ്. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ആനേനെ കണ്ടത് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. താങ്ക് യു. ഇവിടെ ഒരാളുണ്ടായിരുന്നു ഓടി സാറിന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ. എല്ലാവരും ടാറ്റ കൊടുത്തോ പ്ലീസ്. ടാറ്റ തന്നു. ബൈ. അത് നൈസാട്ടാ. മഴ, കാറ്റ്, ജിപ്സി, ജോൺസൺ മാസ്റ്റർ. എന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി എനിക്ക് തന്നു ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് വിജയിലാണെന്നുള്ള എനിക്ക് വന്ന അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് എനിക്ക് വിജയം. Happy birthday to you. തക്കടു കിട്ടിയാ? മൂന്നാർക്കും കിട്ടിയാ? മൂന്നാർക്കും കിട്ടിയാ? കിട്ടി. കിട്ടി.